ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഡേ പട്ടായയിൽ എത്തിയിരിക്കുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നിങ്ങൾക്ക് കാണാം പുറകിൽ പേര് എഴുതിച്ചിട്ടുണ്ട്, പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ വരൂ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. അതായത് അതൊരു മാർക്കറ്റ് പോലെയാണ്, വെള്ളത്തിൽ മാർക്കറ്റായിട്ട്. അതാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പേര് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി ഒന്ന് നോക്കാം. ഇത് ഞങ്ങളിപ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അഡ്മിഷനൊക്കെ എടുത്തിട്ട് ഇപ്പം അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര രസമുള്ള കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് തിരക്ക് കുറവാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അകത്ത് പതുക്കെ നടന്ന് ഇത് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇതാ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ കുറേ നമുക്ക് ഇങ്ങനെ കടകൾ കാണാൻ പറ്റും. ഹാറ്റ്സ് വിൽക്കുന്ന കട, പിന്നെ ഇത് കണ്ടോളൂ, കുറേ കടകളുണ്ട്. ഇപ്പം ബാഗുകൾ, ഇഷ്ടംപോലെ ബാഗാണ്. നമുക്ക് ഏത് തരം ബാഗ് വേണമെന്നതാ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓപ്ഷൻസ് കൂടുതലാണ്, വളരെയധികം കളക്ഷൻസും ഉണ്ട് ഇവിടെ. പിന്നെ ഇത് തായ് ഡെസേർട്ട്സ് വിൽക്കുന്ന കടകൾ, ഇങ്ങനത്തെ കുറേ ആലങ്കാരികമായിട്ട് വസ്തുക്കളൊക്കെ ഉള്ള കടകൾ. ഇവിടുത്തെ ഫുഡ് ഇവിടുത്തെ പ്രത്യേകതയുള്ള ഫുഡൊക്കെ വിൽക്കുന്ന കടകളാണ്. ഇപ്പം നമ്മൾ കുറേ കടകളുണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ള കടയിലൊക്കെ കയറിയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇത് കണ്ടോ, ഇത് ഭംഗിയാ, നോക്കൂ, അടിപൊളി. ഇത് കണ്ടോ, നമ്മുടെ ഈ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ തൂക്കിയിടില്ലേ, ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ മാത്രം കടകളാണിത്. വിൻഡ് ഷൈൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ. ഇത് കണ്ടോ, ഇതെന്താ ഈ സാധനം മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ കുറേ കടകളുണ്ട്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട്. കളർഫുൾ ആയിട്ടുള്ള കട അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ചെരുപ്പുകളൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഇതാണ് റിയൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതായത് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഉള്ള മാർക്കറ്റ്. നമുക്കിവിടെ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മാർക്കറ്റ് ഫുൾ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ, ബോട്ടിൽ കൂടെ ഇരുന്ന് നമുക്ക് അവർ വിൽക്കുന്നതും ആൾക്കാർ വാങ്ങുന്നതും ഒക്കെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം ഉണ്ട്, വേഫൽ ബോൾ ഉണ്ട്, മാംഗോ സ്റ്റിക്കി റൈസ് കണ്ടോ, ഐസ്ക്രീമിൻ്റെ കട. ഈ മാങ്ങയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് നോക്കൂ, എന്ത് രസമാണ്. ഇവിടെ അതിൻ്റെ മാംഗോ, കോക്കനട്ട് ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം, കുറേ വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം. ഈ വെള്ളം വരുന്ന ഈ ഫോട്ടോ തന്നെ കണ്ടിട്ട് ഈ കട ഒന്ന് കണ്ടു നോക്കണേ. നമുക്ക് വേണ്ട എല്ലാം ഈ ഒരു കടയിൽ കയറി നമുക്ക് വാങ്ങാൻ പറ്റും. നോക്ക്, എത്ര തരം ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, പല വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വിലയൊക്കെ ഓരോന്നിങ്ങനെ കയറി ചോദിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ കണ്ടാൽ കട മൊത്തത്തിൽ അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് തോന്നുന്നത്. അത്രയ്ക്കും ഉണ്ട്. നോക്ക്, നമുക്കിപ്പം നാട്ടിലോട്ട് ആർക്കെങ്കിലും ഒക്കെ സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ കടയിൽ കയറിയാൽ അതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോന്നും കയറി ചോദിക്കട്ടെ എത്രയാണെന്നൊക്കെ ഉള്ളത്. ഹൗ മച്ച് ഫോർ ദിസ് വൺ? 250. ഓക്കെ, ഇതിന് 250 ബാത്ത് എന്നാണ് അവർ പറയുന്നത്. ഇത് കണ്ടോ, നമുക്ക് തൂക്കിയിടാനൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ നമുക്ക് എൻട്രൻസിൽ തൂക്കിയിടാൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ്. എനി ഡിസ്കൗണ്ട് ഇസ് ദേർ? I give you 200 baht. 200. ഓക്കെ, നമ്മൾ കുറച്ച് ഇളവ് ചോദിച്ചപ്പോഴത്തേക്കും 200 ബാത്തിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. This is for single piece, no? Single piece 200 baht you will give. Yes. അപ്പം ഞങ്ങൾ അടുത്ത ഒരു ബാഗിൻ്റെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇതിൽ കണ്ടാൽ തന്നെ നമുക്ക് എല്ലാം വാങ്ങാനായിട്ട് തോന്നും. പക്ഷേ 400 ബാത്ത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വില. അപ്പോൾ ഹൗ മച്ച് ഫോർ ദി സ്മോൾ ബാഗ്സ്? 490 discount 350. ഓക്കെ, 490 ബാത്ത് എന്നാണ് പറയുന്നത്. ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 350ക്ക് അവർ തരും. നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റും. നല്ല ബാഗുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ,
ഈ ബാഗ്സൊക്കെ നോക്കാം, കുഞ്ഞു കുഞ്ഞു ബാഗുകൾ. കുഞ്ഞു ബാഗിൻ്റെ വില കേട്ടോ ഞാനിപ്പോൾ ചോദിച്ചത്. 350 ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 350 ബാത്തിന് കിട്ടും. വേറൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. എനിക്ക് ഇവിടുത്തെ ബീച്ച് ഡ്രസ്സ് അങ്ങനത്തെ കുറച്ച് കളക്ഷനൊക്കെ ഉള്ള ഷോപ്പാണ്. കുറേ വെറൈറ്റീസ് ഉണ്ട്. നല്ല പിങ്ക്, ബ്ലൂ, യെല്ലോ, നല്ല നല്ല കളറുകൾ. ഹായ്, ഇത് ഇവിടുത്തെ ഒരു ബ്രിഡ്ജിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ് കേട്ടോ. നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കുപ്പിയാണ്. നമ്മളിങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ വാങ്ങില്ലേ, അതിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി നോക്ക്. ലാസ്റ്റ് പോർഷൻ അവരതൊന്ന് ഇതാക്കി ഡിസൈനൊക്കെ ചെയ്ത് ഫിഷിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ട് അതിൽ നമ്മുടെ അടപ്പ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം അങ്ങനെ കണ്ടോ, 2 എണ്ണം. എനിക്കിത് വളരെ കൗതുകമായിട്ട് തോന്നിയത് കണ്ടപ്പോൾ. ഓരോരുത്തരുടെ ഐഡിയാസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫുൾ ഒരു നമുക്ക് കാണാം ബ്രിഡ്ജ് ഇങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റല്ല, ഫുഡ് മാത്രം കിട്ടുന്നൊരു സ്ഥലം, ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ. എനിക്കിവിടെ കാണാൻ കുറേ കാര്യങ്ങൾ വറുത്ത് വെച്ചിരിക്കുന്നത്. ഗ്രാസ് ഹോപ്പറാണ് ഈ നടുക്കിരിക്കുന്ന ഇതിൽ. പിന്നെ എന്തൊക്കെയോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, പുഴു പോലത്തെ സാധനം. കുറേ ബാംബൂ വേംസ് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷെ അവരൊക്കെ കഴിക്കുന്ന ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ, ചീസിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ജ്യൂസിൻ്റെ ഷോപ്പാണ്, പൊമഗ്രനേറ്റ് ജ്യൂസാണ്. കുപ്പിയിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നു, 50 ബാത്ത്. പിന്നെ നമ്മുടെ കോണ് ഇതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നമുക്ക് കാണാം പലതരം ജ്യൂസുകൾ. നമുക്ക് സ്മൂത്തി ജ്യൂസ്, പൈനാപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, അതൊക്കെ കുടിക്കാം. മാംഗോ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ മാംഗോ സ്മൂത്തിയൊക്കെ കഴിക്കാം. ഇത് കണ്ടോ, നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്രോക്കഡൈൽ കണ്ടോ, മുതല നല്ല ഡ്രസ്സുണ്ടല്ലോ. ഇത് കഴിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ക്രോക്കഡൈൽ BBQ ഒക്കെ എല്ലാം നല്ല ഭംഗിക്ക് വറുത്ത് വെച്ചിട്ടുണ്ട്. കടകൾ ഈ വെള്ളത്തിൻ്റെ ഇതിലാണ്, പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് കയറിയിട്ട് ഓരോ കടയുടെ ഫ്രണ്ടിലും പോയിട്ട് ഇങ്ങനെ ഷോപ്പ് ചെയ്യാം. ഇങ്ങനെ ബോട്ടിൽ നമുക്ക് ഫ്രീ ഒന്നല്ല, ഇതിനൊരു ചാർജ് ഉണ്ട്. ഇത് പോയിട്ട് നമുക്ക് ഓരോ കടയിൽ ഇറങ്ങി. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പം പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നടന്ന് കണ്ട് അപ്പം തിരിച്ച് ഇവിടെ ക്ഷീണിച്ച് വന്നിവിടെ സൈഡിലിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. അതായത് അവിടെ ബാഗ്സ് ഉണ്ട്, തുണിയുണ്ട്, കഴിക്കാൻ ഫുഡുണ്ട്. നമുക്ക് എന്ത് വേണോ അവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇങ്ങനെയാണ്. അപ്പോൾ ഫുള്ള് നടന്ന് കണ്ടു. കുറച്ചൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. ഈ ബാഗൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. വളരെ കുറച്ച് കാര്യങ്ങളെ പർച്ചേസ് ചെയ്തുള്ളൂ. കാരണം കുറച്ചൊക്കെ എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയത്. ചിലവർ ബാർഗെയിനിങ് സമ്മതിക്കുന്നുണ്ട്, അവർ ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങളും തരുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു. പിന്നെ ബോട്ട് ഞങ്ങൾ എടുത്തില്ല. കാരണം ബോട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരാൾക്ക് 1000 ബാത്ത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ എന്താണെന്നറിയോ, അത് 1000 ബാത്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നി. പിന്നെ പകരം ഞങ്ങളത് ഫുള്ള് നടന്ന് കണ്ടു. പക്ഷേ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബോട്ടിലും പോയി കാണാം. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിനി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ലഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു ടൈഗർ പാർക്ക് ഉണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഇനി തിരിച്ചു പോവും. അപ്പോൾ നെക്സ്റ്റ് ടു ടൈഗർ പാർക്ക്. Bye-bye.